റിലേഷൻ സ്പെഷ്യൽ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഈ വർഷം +2 മാത്തമാറ്റിക്സ് എക്സാമിനേഷൻ എഴുതുന്ന കുട്ടികൾക്ക് വേണ്ടി ഓരോ ചാപ്റ്ററിലെയും മോസ്റ്റ് ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുന്ന 1 ക്വസ്റ്റ്യൻ ഷുവർ ക്വസ്റ്റ്യൻ സീരീസിൽ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ചാപ്റ്റർ നമ്പർ 1 റിലേഷൻസ് ആൻഡ് ഫങ്ഷൻസ്. ഈ ചാപ്റ്ററിലെ മോസ്റ്റ് ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ. ഈ ചാപ്റ്ററിൽ നിന്ന് 7 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ് ചോദിക്കുന്നത്. ഒരു ക്വസ്റ്റ്യൻ ടൈപ്സ് ഓഫ് ഫംഗ്ഷനുമായി ബന്ധപ്പെട്ടതും മറ്റൊന്ന് ടൈപ്സ് ഓഫ് റിലേഷനുമായി ബന്ധപ്പെട്ടതായിരിക്കും. ടൈപ്സ് ഓഫ് ഫംഗ്ഷനുമായി ബന്ധപ്പെട്ട മോസ്റ്റ് ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ കഴിഞ്ഞ ദിവസം നമ്മൾ ഡിസ്കസ് ചെയ്തു. കാണാത്തവരുണ്ടെങ്കിൽ അത് കണ്ട് മനസ്സിലാക്കുക. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ടൈപ്സ് ഓഫ് റിലേഷനുമായി ബന്ധപ്പെട്ട മോസ്റ്റ് ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ. ഈ സെഷനിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ ഷുവർ ആയിട്ട് ഈ വർഷം ചോദിക്കും, ഈസി ആയിട്ട് സ്കോർ ചെയ്യാൻ സാധിക്കും. സോ ടൈപ്സ് ഓഫ് റിലേഷൻ എന്ന പോർഷനിൽ നിന്ന് ഈ വർഷം ചോദിക്കാൻ സാധ്യതയുള്ള മോസ്റ്റ് ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ഹയർ സെക്കൻഡറി ക്വസ്റ്റ്യൻ. ഷോ ദാറ്റ് ദ റിലേഷൻ ആർ in the set 1 2 3 given by capital R equal to set ordered pair 1 1 2 2 3 3 1 2 2 3 is reflexive but neither symmetric nor transitive. ഒരു റിലേഷൻ തന്നിട്ടുണ്ട്. ഈ സെറ്റിൽ ഡിഫൈൻ ചെയ്തിട്ടുള്ള ഒരു റിലേഷൻ. ആ റിലേഷൻ റിഫ്ലെക്സീവ് ആണ്, പക്ഷേ എന്തല്ല, സിമെട്രിക്കുമല്ല ട്രാൻസിറ്റീവും അല്ല എന്ന് പ്രൂവ് ചെയ്യണം. അപ്പോൾ എന്താണ് റിഫ്ലെക്സീവ്, എന്താണ് സിമെട്രിക്, എന്താണ് ട്രാൻസിറ്റീവ് എന്ന് അറിയണം. നോക്കിക്കോളൂ, സിമ്പിൾ ഡെഫിനിഷൻ. എ റിലേഷൻ ആർ ഇൻ എ സെറ്റ് എ ഈസ് സെഡ് ടു ബി റിഫ്ലെക്സീവ് ഇഫ് എ കോമ എ എലമെന്റ് ഓഫ് ആർ ഫോർ ഓൾ എ എലമെന്റ് ഓഫ് എ. എ എന്ന സെറ്റിലെ എല്ലാ എലമെന്റ്സിനും അതിനോട് തന്നെ റിലേഷൻ ഉണ്ടെങ്കിൽ സച്ച് റിലേഷൻസ് ആർ കോൾഡ് റിഫ്ലെക്സീവ്. ഒരു സെറ്റിലെ എല്ലാ എലമെന്റ്സിനും അതിനോട് തന്നെ ബന്ധമുണ്ടായിരിക്കണം, എങ്കിൽ ആ റിലേഷൻ എന്ത് പറയും? റിഫ്ലെക്സീവ് എന്ന് പറയും. നെക്സ്റ്റ്, എ റിലേഷൻ ആർ ഇൻ എ സെറ്റ് എ ഈസ് സെഡ് ടു ബി സിമെട്രിക് ഇഫ് ഓർഡേർഡ് പെയർ എ ബി എലമെന്റ് ഓഫ് ആർ ഇംപ്ലൈസ് തിരിച്ച് ഓർഡേർഡ് പെയർ ബി കോമ എ എലമെന്റ് ഓഫ് ആർ ഫോർ ഓൾ എ കോമ ബി എലമെന്റ് ഓഫ് ക്യാപിറ്റൽ എ. എ ബി എന്നൊരു റിലേഷൻ, എ ബി എന്നൊരു ഓർഡേർഡ് പെയർ റിലേഷനകത്തുണ്ടെങ്കിൽ, എന്താണ്, എ ബി എന്ന് പറയുന്ന ഒരു ഓർഡേർഡ് പെയർ റിലേഷനകത്തുണ്ടെങ്കിൽ തിരിച്ച് ബി കോമ എ എന്ന ഓർഡേർഡ് പെയറും റിലേഷനകത്ത് ഉണ്ടായിരിക്കണം, എങ്കിൽ സച്ച് റിലേഷൻസ് ആർ കോൾഡ് സിമെട്രിക് റിലേഷൻസ്. എ ബി ഉണ്ടെങ്കിൽ തിരിച്ച് ബി എയും വേണം, എങ്കിൽ അത്തരം റിലേഷൻസിനെയാണ് എന്ത് പറയുന്നത്? സിമെട്രിക്. ലാസ്റ്റ് വൺ, എ റിലേഷൻ ആർ ഈസ് സെഡ് ടു ബി ട്രാൻസിറ്റീവ് ഇഫ് എ ബി ബി സി എലമെന്റ് ഓഫ് ആർ ഇംപ്ലൈസ് AC എലമെന്റ് ഓഫ് ആർ. ഓർഡേർഡ് പെയർ എ ബി, അടുത്ത ഇവിടെ അവസാനിച്ചത് ബി ആണ്, ബിയിൽ തുടങ്ങുന്ന മറ്റൊരു ഓർഡേർഡ് പെയർ എ ബി ബി സി എലമെന്റ് ഓഫ് ആർ ഉണ്ടെങ്കിൽ എന്ത് കാണണം? ഓർഡേർഡ് പെയർ എ സി റിലേഷനകത്ത് കാണണം. എ ബിയും ബി സിയും ഉണ്ടെങ്കിൽ എ സിയും ആ റിലേഷനകത്ത് ഉണ്ടെങ്കിൽ ആ റിലേഷനെ നമ്മൾ എന്ത് പറയും? ട്രാൻസിറ്റീവ് എന്ന് പറയും. ഇതാണ് ഡെഫിനിഷൻ. നേരെ നമുക്ക് പ്രോബ്ലത്തിലേക്ക് കിടക്കാം. ഇവിടെ ഏതാണ് സെറ്റ്? 1 2 3. ഈ സെറ്റിൽ ഡിഫൈൻ ചെയ്തിട്ടുള്ള ഒരു റിലേഷൻ ആണ് തന്നിട്ടുള്ളത്. ഈ റിലേഷൻ റിഫ്ലെക്സീവ് ആണോ? നോക്കുക. 1 1 വേണം, 2 2 വേണം, 3 3 വേണം. എവിടെ? റിലേഷനകത്ത് 1 1 ഉണ്ട്, 2 2 ഉണ്ട്, 3 3 ഉണ്ട്. 1 1 2 2 3 3 ഇതെല്ലാം എവിടെയുണ്ട്? എലമെന്റ് ഓഫ് ആർ. ഇതെല്ലാം എവിടെയുണ്ട്? റിലേഷനകത്തുണ്ട്. 1 1 ഉണ്ട്, 2 2 ഉണ്ട്, 3 3 ഉണ്ട്. എ എന്ന സെറ്റിലെ എല്ലാ എലമെന്റിനും അതിനോട് ബന്ധമുണ്ട്. Therefore R is reflexive. പരിപാടി കഴിഞ്ഞു. ഗിവൺ സെറ്റിലെ എല്ലാ എലമെന്റ്സിനും അതിനോട് തന്നെ ബന്ധമുള്ളത് കൊണ്ട് ദാറ്റ് റിലേഷൻ ഈസ് എന്താണ്? സിംപ്ലി റിഫ്ലെക്സീവ് എന്ന് പറയാം. നെക്സ്റ്റ്, സിമെട്രിക് അല്ല എന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. അല്ല എന്ന് കാണിക്കാൻ ജസ്റ്റ് ഒരു എക്സാമ്പിൾ കാണിച്ചാൽ മതി. വെരി സിമ്പിൾ. നോക്കിക്കോ, 1 2 എലമെന്റ് ഓഫ് ആർ. എന്താണ്? ഓർഡേർഡ് പെയർ 1 2 ഈ റിലേഷനകത്തുണ്ട്. വിച്ച് ഇംപ്ലൈസ് തിരിച്ച് 2 1 ഈ റിലേഷനകത്തുണ്ടോ? 1 2 ഇതിനകത്തുണ്ട്. തിരിച്ച് 2 1 ഉണ്ടോ? ഇല്ല. 2 1 not an element of R. Therefore R is എന്താണ്? Not symmetric. അല്ലെ? അല്ല എന്ന് കാണിക്കാൻ ജസ്റ്റ് എന്താണ്? ഒരു എക്സാമ്പിൾ കാണിച്ചാൽ മതി. അല്ലെ? ആണ് എന്ന് പ്രൂവ് ചെയ്യാൻ എല്ലാം ഏത് ഓർഡേർഡ് പെയർ എടുത്താലും അങ്ങോട്ടും ഇങ്ങോട്ടും ബന്ധമുണ്ടെന്ന് കാണിക്കേണ്ടി വരും. ഓക്കെ, അല്ല എന്ന് കാണിക്കാനാണ് സിമ്പിൾ. നെക്സ്റ്റ്, ട്രാൻസിറ്റീവും അല്ല എന്ന് പ്രൂവ് ചെയ്യണം. അപ്പൊ തുടർച്ചയായിട്ടുള്ള 2 ഓർഡേർഡ് പെയർ കൺസിഡർ ചെയ്യുക. നോക്കിക്കോ, 1 2, അടുത്ത 2 ൽ തുടങ്ങുന്ന അനദർ ഓർഡേർഡ് പെയർ 2 3. 1 2 അടുത്തെന്താണ്? 2 3 എലമെന്റ് ഓഫ് ആർ ഇംപ്ലൈസ്
1 2 2 3 എവിടെയുണ്ട്? റിലേഷനകത്തുണ്ട്. എങ്കിൽ 1 3 ഉണ്ടെങ്കിൽ ട്രാൻസിറ്റീവ് എന്ന് പറയാൻ പറ്റൂല. ഇത്തരത്തിലുള്ള എല്ലാ പോസിബിലിറ്റീസും സാറ്റിസ്ഫൈ ചെയ്താൽ മാത്രമേ ട്രാൻസിറ്റീവ് എന്ന് പറയാൻ പറ്റൂ. അല്ല എന്ന് കാണിക്കാൻ എന്താണ്? ഈ 1 3 ഇതിനകത്ത് ഇല്ല എന്ന് കാണിച്ചാൽ മതി. 1 2 2 3 എലമെന്റ് ഓഫ് ആർ ഇംപ്ലൈസ് 1,3 ഇതിനകത്തുണ്ടോ? ഈ റിലേഷനകത്ത് 1,3 ഇല്ലാത്തത് നോക്കിയാണ് ഞാൻ സെലക്ട് ചെയ്തത്. ഉണ്ടോ? 1 3 ഇതിനകത്തുണ്ടോ? ഇല്ല. 1,3 not an element of R. So 1 2 2 3 element of R implies 1,3 not an element of R. 1,3 അവിടെ ഇല്ല. Therefore R is എന്താണ്? Not transitive. ഇതല്ലേ നമുക്ക് പ്രൂവ് ചെയ്യാനുള്ളത്. സംഗതി വളരെ സിമ്പിൾ ആണ്. ഇത്തരത്തിലുള്ള ഡയറക്റ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ഈ വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. ജസ്റ്റ് ആ ഡെഫിനിഷൻ ഒന്ന് നോക്കുക. നെക്സ്റ്റ് ഒരു പ്രോബ്ലം കൂടെ, വെരി വെരി ഇമ്പോർട്ടന്റ് വൺ. ഷോ ദാറ്റ് ദ റിലേഷൻ R in the set Z of integers given by capital R equal to ordered pair AB such that A minus B is an integer is an equivalence relation. ഈ റിലേഷൻ ഒരു ഇക്വലൻസ് റിലേഷൻ എന്ന് പ്രൂവ് ചെയ്യണം. അപ്പോൾ എന്താണ് ഇക്വലൻസ് റിലേഷൻ എന്ന് അറിയണം. എ റിലേഷൻ വിച്ച് ഈസ് റിഫ്ലെക്സീവ്, സിമെട്രിക് ആൻഡ് ട്രാൻസിറ്റീവ് ഈസ് കോൾഡ് ആൻ ഇക്വലൻസ് റിലേഷൻ. ഒരു റിലേഷൻ റിഫ്ലെക്സീവുമായിരിക്കണം, സിമെട്രിക്കുമായിരിക്കണം, ട്രാൻസിറ്റീവുമായിരിക്കണം. എങ്കിൽ സച്ച് റിലേഷൻസ് ആർ കോൾഡ് ഇക്വലൻസ് റിലേഷൻസ്. എന്ന് പറഞ്ഞാൽ ഈ റിലേഷൻ ഇത് മൂന്നും ആണെന്ന് പ്രൂവ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? ആ തന്നിട്ടുള്ളത് ഒരു ഇക്വലൻസ് റിലേഷൻ എന്ന് കിട്ടും. Here the relation R is defined in the set of all integers as R equal to ordered pair AB such that their difference is an integer. ഓർഡേർഡ് പെയർ എ ബി എടുക്കുക. ആ ഓർഡേർഡ് പെയർ ഈ റിലേഷനകത്ത് ഉണ്ടാകണമെങ്കിൽ എന്താണ് കണ്ടീഷൻ? അവരുടെ ഡിഫറൻസ് ഒരു ഇന്റിജർ ആയിരിക്കണം. ചുരുക്കി പറഞ്ഞാൽ ഓർഡേർഡ് പെയർ എ ബി എലമെന്റ് ഓഫ് ആർ എന്ന് പറഞ്ഞാൽ എന്താണ് മീനിങ്? എ മൈനസ് ബി ഈസ് ആൻ ഇന്റിജർ. എ മൈനസ് ബി ഈസ് ആൻ ഇന്റിജർ. സോ ഫസ്റ്റ് ഓഫ് ഓൾ ഈ റിലേഷൻ റിഫ്ലെക്സീവ് എന്ന് പ്രൂവ് ചെയ്യണം. അതിനുവേണ്ടി നോക്കിക്കോളൂ. വി ഹാവ്, നമുക്കറിയാം എ മൈനസ് എ ഈക്വൽ ടു എന്താണ്? 0 is an integer. ശരിയല്ലേ? 0 എന്ന് പറയുന്നത് എന്താണ്? ഒരു ഇന്റിജർ ആണ്. which implies, എങ്കിൽ നമുക്ക് എന്ത് എഴുതാം? എ ബി എലമെന്റ് ഓഫ് ആർ എന്ന് പറഞ്ഞാൽ എ മൈനസ് ബി ഈസ് ആൻ ഇന്റിജർ. ചുരുക്കി പറഞ്ഞാൽ എ മൈനസ് ബി ഈസ് ആൻ ഇന്റിജർ എന്ന് പറഞ്ഞാൽ ഓർഡേർഡ് പെയർ എ ബി എലമെന്റ് ഓഫ് ആർ എന്ന് എഴുതാം. ഇവിടെ എന്താ എഴുതിയിരിക്കുന്നത്? എ മൈനസ് എ ഈസ് ആൻ ഇന്റിജർ എന്ന് പറഞ്ഞാൽ എ കോമ എ എന്താണ്? എ കോമ എ എലമെന്റ് ഓഫ് ആർ ഫോർ ഓൾ എ എലമെന്റ് ഓഫ് ഗിവൺ സെറ്റ് Z. For the relation R is എന്താണ്? റിഫ്ലെക്സീവ്. ഏതൊരു എലമെന്റ് എ എടുത്താലും അതിനോട് തന്നെ ബന്ധമുണ്ട്. എ കോമ എ എലമെന്റ് ഓഫ് ആർ. ഹെൻസ് ദ റിലേഷൻ ഈസ് എന്താണ്? റിഫ്ലെക്സീവ്. നെക്സ്റ്റ് സിമെട്രിക് എന്ന് പ്രൂവ് ചെയ്യാൻ ഓർഡേർഡ് പെയർ എ ബി എലമെന്റ് ഓഫ് ആർ ഇംപ്ലൈസ് ഓർഡേർഡ് പെയർ എ ബി എലമെന്റ് ഓഫ് ആർ എന്ന് പറഞ്ഞാൽ എന്താണ് മീനിങ്? എ മൈനസ് ബി ഈസ് ആൻ ഇന്റിജർ. വിച്ച് ഇംപ്ലൈസ് എയിൽ നിന്ന് ബി കുറച്ചാൽ ഒരു ഇന്റിജർ എങ്കിൽ തിരിച്ച് ബിയിൽ നിന്ന് എ കുറച്ചാൽ കിട്ടുന്നതും എന്ത് തന്നെ ആയിരിക്കും? ഇന്റിജർ തന്നെ ആയിരിക്കും. 3 - 4 എന്താണ്? -1. അതൊരു ഇന്റിജർ എങ്കിൽ തിരിച്ച് 4 - 3 ഈക്വൽ ടു +1 അതും എന്ത് തന്നെയാണ്? ഒരു ഇന്റിജർ. ആ ഒരു ലോജിക് ഉപയോഗിച്ച് എ മൈനസ് ബി ഇന്റിജർ ആണെങ്കിൽ തിരിച്ച് ബി മൈനസ് എയും ഇന്റിജർ എന്ന് പറയാം. വിച്ച് ഇംപ്ലൈസ് എ മൈനസ് ബി ഈസ് ആൻ ഇന്റിജർ ആണെങ്കിൽ എ കോമ ബി എലമെന്റ് ഓഫ് ആർ. B minus A is an integer ആണെങ്കിൽ B, A element of R for all A, B element of Z. AB element of R implies തിരിച്ച് B, A element of R എന്ന് പ്രൂവ് ചെയ്തു. Therefore R is എന്താണ്? Symmetric. Next, given relation transitive എന്ന് പ്രൂവ് ചെയ്യണം. എന്താണ് തിയറി? AB then BC element of R implies AB യും BC യും element of R. എ ബി എലമെന്റ് ഓഫ് ആർ എന്ന് പറഞ്ഞാൽ എ മൈനസ് ബി ഈസ് ആൻ ഇന്റിജർ. ബി സി എലമെന്റ് ഓഫ് ആർ എന്ന് പറഞ്ഞാൽ ബി മൈനസ് സി ഈസ് ആൻ ഇന്റിജർ. അപ്പൊ ചുരുക്കി എങ്ങനെ എഴുതാം? എ മൈനസ് ബി ആൻഡ് ബി മൈനസ് സി ആർ ഇന്റിജേഴ്സ്. ശരിയല്ലേ? എ ബി എലമെന്റ് ഓഫ് ആർ എന്ന് പറഞ്ഞാൽ എ മൈനസ് ബി ഈസ് ആൻ ഇന്റിജർ. ബി സി എലമെന്റ് ഓഫ് ആർ എന്ന് പറഞ്ഞാൽ ബി മൈനസ് സി ഈസ് ആൻ ഇന്റിജർ. രണ്ടും കൂടെ ക്ലബ് ചെയ്ത് എഴുതി. വിച്ച് ഇംപ്ലൈസ് എ മൈനസ് ബിയും ഇന്റിജർ ബി മൈനസ് സിയും ഇന്റിജർ എങ്കിൽ അവയുടെ സം എടുത്താലും എന്തായിരിക്കും? ഇന്റിജർ. എ മൈനസ് ബി പ്ലസ് ബി മൈനസ് സി ഈസ് ആൻ ഇന്റിജർ എന്ന് എഴുതിക്കൂടെ? എഴുതാം.
which implies minus b plus c cancel ചെയ്താൽ a minus c is an integer എന്ന് എനിക്ക് എഴുതാം. a minus c is an integer. a minus b is an integer എന്ന് പറഞ്ഞാൽ ab element of r. അപ്പോൾ which implies a minus c is an integer എന്ന് പറഞ്ഞാൽ ac element of r for all a, b, c element of എന്താണ് capital Z. അപ്പോൾ ab bc element of r implies എനിക്ക് എന്ത് കിട്ടി ac element of r. Therefore the relation r is എന്താണ് transitive. Since the relation R is reflexive, symmetric and transitive, it is an equivalence relation. നിർബന്ധമായും ആ ഫൈനൽ സെന്റൻസ് എഴുതണം. Since the given relation R is reflexive, symmetric and transitive, it is an equivalence relation. So, ടൈപ്സ് ഓഫ് റിലേഷനുമായി ബന്ധപ്പെട്ട മോസ്റ്റ് ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻസ് ആണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തത്. കൂടുതൽ പ്രോബ്ലംസ് പഠിക്കണം എന്ന് താല്പര്യമുള്ള കുട്ടികൾ തീർച്ചയായും റിവിഷൻ ക്ലാസ് കാണുക. അവിടെ ഒത്തിരി ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്തിട്ടുണ്ട്. സോ ഫസ്റ്റ് ചാപ്റ്ററിൽ നിന്ന് ഈ വർഷം പ്രതീക്ഷിക്കുന്ന ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 2 ക്വസ്റ്റ്യൻസ് ആണ് ഇതുവരെ നമ്മൾ ഡിസ്കസ് ചെയ്തത്. നെക്സ്റ്റ് ഡേ ഇൻവേഴ്സ് ട്രിഗണോമെട്രിക് ഫംഗ്ഷൻ എന്ന ചാപ്റ്ററിലെ മോസ്റ്റ് ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യനുമായി നമുക്ക് വീണ്ടും കാണാം. വെയിറ്റ് ഫോർ ദ നെക്സ്റ്റ് ക്ലാസ്. ടിൽ ദെൻ ബൈ ബൈ.